ബ്രാൻഡ് ന്യൂടെ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടി പോയി കണ്ടു. 2ാം വട്ടം. ദിസ് മൂവി ഈസ് സോ ഗുഡ് മാൻ. ആൻഡ് ക്രൗഡ് വന്ന വിധം അതാണ് എനിക്ക് ഇവിടെയൊക്കെ മൾട്ടിപ്പിൾ തിയേറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും എല്ലാ തിയേറ്റേഴ്സും ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് 6 മണിയുടെ 9 മണിയുടെ ഷോയൊക്കെ ഫാമിലി ഓഡിയൻസൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഫുൾ ക്രൗഡായിട്ടാണ് എല്ലാ തിയേറ്റേഴ്സിലും ഈ പടം ഓടുന്നത്. ഈവൻ ലേറ്റ് നൈറ്റ് ഷോസ് അടക്കം. ഒരു ഹോളിവുഡ് പടം ഒന്നാലോചിച്ച് നോക്കുക. ദാറ്റ് മച്ച് വി ലവ് ദിസ് സൂപ്പർ ഹീറോ. ദി മോസ്റ്റ് ലവ്ഡ് സൂപ്പർ ഹീറോ എന്ന് തന്നെ പറയാം സ്പൈഡർമാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് അവഞ്ചേഴ്സ് പടങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ DC പടങ്ങളോ ഒക്കെ ഇപ്പോൾ ജസ്റ്റിസ് ലീഗോ അങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോൾ മൾട്ടിപ്പിൾ സൂപ്പർ ഹീറോസ് ഉണ്ട്. സോ അതും ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒറ്റ സൂപ്പർ ഹീറോ പടമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് സൂപ്പർമാൻ ഇറക്കിയിട്ടുണ്ട് DCയുടെ, അല്ലെങ്കിൽ മാർവലിലെല്ലാം മറ്റെത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്പൈഡർമാന് കിട്ടുന്ന റിസപ്ഷൻ അത് അന്നൊന്നും ഒരേപോലെയാണ്. അത് കൂടിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അതിനൊരു ഡൗൺഫോൾ ഇല്ല. ഈ പടവും വൻ റിസപ്ഷനായിരുന്നു. ആക്ച്വലി ഞാനത് കണ്ടപ്പോൾ ഞെട്ടി. സാധാരണ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇവിടെ ഒരു തിയേറ്ററിലൊക്കെ വരാറുള്ളൂ. അതിലോടും ഒരു 2-3 ദിവസമൊക്കെ ഓടും, അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതങ്ങനെയല്ല. ഇത്രയും എൻ്റെ അറിവിലൊരു 4-5 തിയേറ്റേഴ്സിൽ ഹൗസ്ഫുള്ളായിരുന്നു ഈ ഒരു ഷോ ഇന്നലെ കംപ്ലീറ്റ്ലി. അത്രയധികം റിസപ്ഷൻ ഈ പടത്തിൽ കിട്ടുന്നു. അതും എൻ്റെ ഇവിടെയൊക്കെ ചെറിയ സെൻറ്റേഴ്സാണ്. ഇതല്ലാതെ വലിയ വലിയ സെൻറ്റേഴ്സിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കണ്ണും പൊട്ടി പറയാം, ദി മോസ്റ്റ് ബിലൗഡ് സൂപ്പർ ഹീറോ ആണ് സ്പൈഡർമാൻ. ആൻഡ് ഈ പടത്തിൽ പോസ്റ്റ് ക്രെഡിറ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതിൽ പല ഒരു അസംഷൻസാണ്, എല്ലാം കൺഫേം ആയിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഈവൻ പടം നിർത്തുമ്പോൾ തന്നെ സ്പോയിലേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയാം, ഇത് റിവ്യൂ അല്ല, ഇതൊരു എക്സ്പ്ലനേഷനാണ്. സോ പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുക. സോ പടം കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിൽ ഒരു മിഡ് ക്രെഡിറ്റോ അങ്ങനത്തെ ക്രെഡിറ്റ്സ് വേറെ ഉണ്ടായിരുന്നില്ല. സാധാരണ നമുക്ക് മാർവലിൽ ഒരു 2-3 ക്രെഡിറ്റ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് 2 നമ്മൾ കാണാറുണ്ട്, ഒരു മിഡ് ക്രെഡിറ്റും ഒരു പോസ്റ്റ് ക്രെഡിറ്റും. സോ ഇതിൽ നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പോസ്റ്റ് ക്രെഡിറ്റിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു ഭയങ്കരധികം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇതിനു മുമ്പ് മിക്ക പടങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ തന്നെ ഞാൻ വിചാരിച്ചത് സ്പൈഡർമാൻ വിൽ റിട്ടേൺ അറ്റ്ലീസ്റ്റ് ഇൻ സീക്രട്ട് വാർസ് എന്ന് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഡൂംസ്ഡേയിൽ ഇല്ലെങ്കിലും സീക്രട്ട് വാർസിൽ കാണിക്കുന്നതായിരുന്നു. എവിടെയും കാണിച്ചില്ല. ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരുന്നു. പക്ഷേ അത് എനിക്കറിയില്ല, അതൊരു ഫോണ്ടിൻ്റെ സ്പേസിങ്ങും എല്ലാം അവിടെ ഒരു സ്പേസ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ അവർ കൊടുത്തിട്ടില്ല. സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എവിടെ റിട്ടേൺ എന്നുള്ളത് ഒരു വലിയ മിസ്റ്ററിയാണ്. സോ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇനി സ്പൈഡർമാൻ മൾട്ടിപ്പിൾ സ്പൈഡർമാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഈ പറയുന്ന ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ മാത്രമല്ല, നമുക്ക് ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാൻ ഉണ്ട്, ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മറ്റ് സിനിമകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അമേസിംഗ് സ്പൈഡർമാനിലും മറ്റേ സാം റൈമിയുടെ യൂണിവേഴ്സിലൊക്കെ തന്നെ. ദെൻ നമുക്ക് ഗെയിമിൽ മാർവലിൻ്റെയും സോണിയുടെ മറ്റേ പ്ലേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സ്പൈഡർമാൻ ഗെയിംസിൽ, പ്രത്യേകിച്ച് സ്പൈഡർമാൻ 1ഉം മൈൽസ് മൊറാൽസും സ്പൈഡർമാൻ 2 തന്നെ മൈൽസ് മൊറാൽസ് എന്ന് പറഞ്ഞ് വേറൊരു ക്യാരക്ടറും കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഗെയിമുമായിട്ട് ഭയങ്കരധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഈ ഒരു പടം. പ്രത്യേകിച്ച് ഭയങ്കരധികം കുറേ ഈവൻ ആ ഒരു സ്പൈഡി ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് അടക്കം ആ ഒരു ഗെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ സെയിം സാധനം. പിന്നെ ഇതിൽ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഫിനിഷിങ് മൂവ്സും ദെൻ കുറേ ഇപ്പോൾ ഈവൻ ട്രെയിനിൽ മേലെ ഇരുന്ന് വരുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഈ ഗെയിമിൽ കംപ്ലീറ്റ്ലി ഉണ്ട്. ഞാൻ ചില നേരത്തൊക്കെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ വെറുതെ കയറി ആ ഒരു ട്രെയിനിൻ്റെ മണ്ടേ കയറി ഇരിക്കാറുണ്ടായിരുന്നു. ഇതേപോലത്തെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങൾ ആ ഒരു ഗെയിമിൽ നിന്ന് അതേപോലെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഗെയിമുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു സാധനമാണ് ഈ ഒരു പടം എന്ന് പറയാം. സോ അതിൽ നമ്മൾ ഈ കണ്ടിട്ടുണ്ട് മൈൽസ് മൊറാൽസ് എന്ന ക്യാരക്ടർ, അതായത് നമ്മുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിൽ അതിൽ സ്പൈഡർമാൻ മാത്രമല്ല, പീറ്റർ പാർക്കറിനെ പോലെ വേറൊരു സ്പൈഡർമാനും കൂടി ഉണ്ടായിരുന്നു, മൈൽസ് മൊറാൽസ്. സോ ആ ഒരു മൈൽസും രണ്ട് പേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആദ്യം 2 ഗെയിമുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ ഗെയിമിൽ ഇവർ 2 പേരും കൂടി ഒരുമിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെനോം കൂടി വരുന്നുണ്ടായിരുന്നു. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്യാരക്ടർ സ്വിച്ച് ആവും. ഈ ക്യാരക്ടറും പീറ്റർ പാർക്കറും നമ്മുടെ മൈൽസ് മൊറാൽസും 2 സ്വിച്ച് ആയിട്ടായിരുന്നു നമ്മൾ ആ ഒരു ഗെയിം ഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ മൈൽസ് മൊറാൽസിന് ഈ ഗെയിമിൽ മാത്രമല്ല, നമ്മളിവിടെ സിനിമാറ്റിക് യൂണിവേഴ്സ് എടുത്താൽ നമ്മളിപ്പോൾ സ്പൈഡർ വേഴ്സിൽ ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർ വേഴ്സ് ആനിമേറ്റഡ് മൂവിയാണ്. സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ് 2ാമത്തെ പടം. 2 കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് വന്ന പടങ്ങളായിരുന്നു. വേറെ ലെവൽ പടങ്ങളാണ്. അതിൻ്റെ 3ാമത്തെ പടം, സ്പൈഡർ വേഴ്സിൽ 3ാമത്തെ പടം നമുക്ക് അടുത്ത കൊല്ലം ഇറങ്ങാതിരിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ക്രൊണോളജിക്കൽ ഓർഡർ അനുസരിച്ച് ഈ ഒരു പടത്തിന് മുമ്പായിരുന്നു, അതായത് ബ്രാൻഡ് ന്യൂഡേക്ക് മുമ്പായിരുന്നു ഈ ഒരു പടം ഇറങ്ങേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ കുറേ ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് കാരണമാണ് ഈ ഒരു പടം ആദ്യം ഇറക്കിയിട്ട് ഇനി മറ്റേത് അടുത്ത് ഇറക്കുന്നത്. സോ ദർ ആർ ഹൈ ചാൻസസ് ഫോർ മൈൽസ് മൊറാൽസ് ടു കം ഇൻ ടു ദിസ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ആ ഒരു യൂണിവേഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്പൈഡർ വേഴ്സായിട്ടൊരു ക്രോസ് ഓവർ ആണോ ഈ പോസ്റ്റ് ക്രെഡിറ്റ് കാണിച്ചു തന്നൊരു ഭയങ്കര സംശയമുണ്ട്. കാരണം നെഡിൻ്റെ ഒരു ആപ്പ് ആ സ്പൈഡർമാനെ അല്ല, നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ അല്ല ട്രാക്ക് ചെയ്യുന്നത്,
ന്യൂ സ്പൈഡർമാൻ ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ആ ഒരു സ്പൈഡർ ട്രാക്കർ ഇങ്ങനെ നമ്മുടെ എർത്തും കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലിച്ച് വരുന്നുണ്ട്. ആ ഒരു ഗ്ലിച്ച് നമ്മൾ സ്പൈഡർ വേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. മൾട്ടിവേഴ്സ് തന്നെയാണ് സംഭവം. സോ സ്പൈഡർ വേഴ്സിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്പൈഡർമാൻസ് ഉണ്ട്. ഇപ്പോൾ മൈൽസ് മൊറാൽസ് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇൻടു ദി സ്പൈഡർ വേഴ്സും കഴിഞ്ഞ് നമ്മൾ അക്രോസ് ദി സ്പൈഡർ വേഴ്സ് ഒക്കെ എത്തിയപ്പോൾ എണ്ണം പറയാൻ പറ്റാത്ത അത്രയും സ്പൈഡർമാനെ വെച്ച് ഫൈറ്റും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട് സ്പൈഡർ വേഴ്സ് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ എൻ്റെ മെയിൻ കൺസേൺ അതൊരു ആനിമേറ്റഡ് മൂവിയാണ്. സോ ആനിമേറ്റഡും ലൈവ് ആക്ഷനും എങ്ങനെ കൾമിനേറ്റ് ആവും എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ഒരു ആനിമേറ്റഡ് മൂവി തന്നെ നമുക്ക് ഈവൻ സ്പൈഡർ വേഴ്സിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ദർ ആർ ഹൈ ചാൻസസ് ഫോർ സ്പൈഡർ വേഴ്സ് ടു ഇൻകോപ്പറേറ്റ് ഇൻ ടു ദിസ് എന്നുള്ളത് തീർച്ചയാണ്. സോ അതായിരിക്കും ഒരു പോസിബിലിറ്റി. ഇതെല്ലാം പോസിബിലിറ്റിയാണ്. വേറൊരു പോസിബിലിറ്റി ഡയറക്റ്റ്ലി ഡൂംസ്ഡേയോ അല്ലെങ്കിൽ സീക്രട്ട് വാർസോ ആയിരിക്കും. നമ്മുടെ ഈ വരായിരിക്കുന്ന മൾട്ടിവേഴ്സിൻ്റെ ഒരു കൊളാപ്സ്, ആ ഒരു ഇൻകേഷനൊക്കെ കാരണമായിരിക്കും ഒരു പക്ഷേ ഒരു ബ്ലിപ്പ് വന്നതും അവിടെ വേറെ സ്പൈഡർമാൻ അപ്പിയർ ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ തന്നെയായിരിക്കും അങ്ങോട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഒരു പക്ഷേ ഈ സീക്രട്ട് വാർസിൽ ഈ ഒരു ക്യാരക്ടർ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈവൻ ഡൂംസ്ഡേയിൽ വരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡൂംസ്ഡേയിൽ എവിടെ നമുക്കൊരു ക്യാരക്ടറിനെ ടീസ് ചെയ്തിട്ട് പോലുമില്ല, കാസ്റ്റ് ലിസ്റ്റിൽ പോലും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. സോ അത് ചിലപ്പോൾ ഒരു സീക്രട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്പൈഡർമാൻ എങ്ങനെ ഒരു അവഞ്ചേഴ്സ് ഈവൻ നമ്മുടെ ഈ പടത്തിൽ തന്നെ നമ്മുടെ യെലേന ബെലനോവ ടീസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നീ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി സ്മോൾ പൊട്ടാറ്റോസ് നോക്കിയാൽ മതി, ബിഗ് പൊട്ടാറ്റോസ്, അവൻ്റെ പൊട്ടറ്റോ അവൾ കണ്ടു, അത് വേറെ കാര്യം. നോക്ക് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. സോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ വലിയ ന്യൂ അവഞ്ചേഴ്സിനൊക്കെ വിട്ടുകൊടുത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സൂപ്പർ. ഈ പടത്തിൽ തന്നെ നമ്മുടെ പണിഷർ വന്ന് ഹൾക്കുമായിട്ട് ഹൾക്കിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ സ്പൈഡർമാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പൊളി സാധനം, ദിസ് ഈസ് വേ അബോവ് യുവർ പേ ഗ്രേഡ് എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, നൗ യു ആർ ഫൈറ്റിംഗ് ഹൾക്ക് എന്ന് പറഞ്ഞിട്ട്. സോ പണിഷറൊക്കെ ഹൾക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ കുഞ്ഞു കുഞ്ഞു സൂപ്പർ ഹീറോസാണ്. സൂപ്പർ ഹീറോസേ അല്ല, അത് സൂപ്പർ പവർ ഒന്നുമില്ല. ഹൾക്കിൻ്റെ ഒരു ഒറ്റയടിക്ക് പണിഷറൊക്കെ ചാവും. സോ സ്പൈഡർമാനെ പോലെയല്ല. സോ അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ കുഞ്ഞു കുഞ്ഞു സൂപ്പർ വില്ലൻസിനൊക്കെ തന്നെ എതിർത്ത് നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ടാണ് സ്പൈഡർമാൻ ഇപ്പോൾ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. മറ്റേ വലിയ പരിപാടികളൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. കാരണം ആ പരിപാടിയൊക്കെ നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സീക്രട്ട് വാർസിലൊക്കെ ഒരു പക്ഷേ പുതിയ അവഞ്ചേഴ്സിന് ബാക്കിയുള്ള അവഞ്ചേഴ്സ് ടീമിനെയൊക്കെ ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും അവരുടെ ഒരു ലീഡറായിട്ട് വരാൻ പോകുന്നതൊക്കെ സ്പൈഡർമാൻ എന്നൊക്കെ കുറേ അസംഷൻസ് ഉണ്ട്. ഇതിന് വേറൊരു വലിയ തിയറി ഉള്ളത് നമ്മുടെ ഡൂംസ്ഡേയുടെ, അതൊരു വലിയ റൂമറാണ്. ഡൂംസ്ഡേയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ടോബി മെഗ്വറിയുടെ സ്പൈഡർമാനും വൂൾവറിനും തമ്മിലുള്ളൊരു ഫൈറ്റാണ് എന്നൊക്കെ കുറേ റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഡൂംസ്ഡേ തുടങ്ങുന്നത് അങ്ങനെയാണ് തന്നെ. കാരണം ഐ തിങ്ക് ടോബിയുടെ യൂണിവേഴ്സ് നശിക്കാൻ പോവുകയാണ്. നമ്മുടെ വൂൾവറിൻ പോയിട്ടാണ് അല്ലെങ്കിൽ എക്സ്മെൻ പോയിട്ടാണ് ആ ഈ ഒരു യൂണിവേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കുറേ തിയറി ഉണ്ട്. ഡോക്ടർ ഡൂം കാരണം, എല്ലാം മൂപ്പർ കാരണമാണ്. സോ ഒരുപക്ഷെ ഇനി ടോബി മെഗ്വറിയുടെ സ്പൈഡർമാനെയാണ് ആ ഒരു ബ്ലിപ്പി കാണിച്ചത് എന്നും ഒരു അസംഷൻ ഉണ്ട്. വേറൊന്ന് ബാറ്റിൽ വേൾഡ് ആണ്. സോ ഈ ബാറ്റിൽ വേൾഡിലാണ് ഈ ഒരു സ്പൈഡർമാൻ, ബാറ്റിൽ വേൾഡ് നമ്മുടെ ഡോക്ടർ റൂം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഡൂംസ്ഡേയുടെ ഇവൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു പടത്തിൻ്റെ ആ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ഉണ്ടാവും. ഡോക്ടർ റൂം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകം ഒരു വേൾഡാണ്. അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. സോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. സോ ആ ഒരു ബാറ്റിൽ വേൾഡിലുള്ള സ്പൈഡർമാനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആ ഒരു ബ്ലിപ്പി കാണിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസും മൾട്ടിപ്പിൾ തിയറീസും ഉണ്ട്. ദെൻ വേറൊന്ന് നമ്മുടെ വെനം ഓൾറെഡി ഇതിലേക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ നോവേ ഹോമിലെ തന്നെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എൻ ക്രെഡിറ്റിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സിംബയോട്ട് ഇവിടെ വന്ന് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതും വെച്ചിട്ട് ഒരുപാട് തിയറി ഉണ്ട്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി അല്ലെങ്കിൽ അതൊരു എനിക്കൊരു ഹൈ തന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഈ ഗെയിമിൽ സ്പൈഡർമാൻ 2 ഗെയിമിൽ നമ്മൾ ഗെയിം കളിക്കാത്തവർക്ക് ചിലപ്പോൾ അത് സ്പോയിലർ ആയിരിക്കും, എനിക്കറിയില്ല. അതിൽ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഈ സിംബിയോട്ട് കയറി വരും. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഗെയിമിൽ സ്പോയിലർ ആവുന്നതുകൊണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വെനമായിട്ടുള്ള സ്പൈഡർമാനെ വെച്ചിട്ട് കുറേ സാധനമുണ്ട്, പൊളിയാണ്. സോ അതേപോലെ ഈ ബ്ലാക്ക് സ്യൂട്ട് കിട്ടുന്നൊക്കെ കുറേ ആയിട്ട് ടീസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. സോ സീക്രട്ട് വാർസിൻ്റെ കോമിക്സിലും ഈ ഒരു ക്യാരക്ടറിന് ബ്ലാക്ക് സ്യൂട്ട് ഉണ്ട്. സോ ബ്ലാക്ക് സ്യൂട്ട് കിട്ടണമെങ്കിൽ വെനം വരണമല്ലോ. സോ ഒരു തിയറി കേട്ടതും എനിക്കത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്ന കൊള്ളായിരുന്നു തോന്നിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഡൂംസ്ഡേയുടെ അവസാനം നമ്മുടെ ഡോക്ടർ ഡൂം, ആൾ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ആണല്ലോ. സോ അവർ രണ്ടുപേരും സ്പൈഡർമാനും ഡോക്ടർ ഡൂം തമ്മിലൊരു നേർ വരും. സോ ആൾ നോക്കുമ്പോൾ ദാറ്റ്സ് അയൺമാൻ. സ്പൈഡർമാനൊന്നും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ഡൂം വിൽ കിൽ സ്പൈഡർമാൻ. കൊന്നു, ഡയറക്റ്റ്ലി മരിച്ചു. നമ്മളിപ്പോൾ ഇതിൽ കണ്ട പോലെ ഒരു നിയർ ഡെത്ത് സിറ്റുവേഷനൊന്നുമല്ല, മരിച്ചു, കംപ്ലീറ്റ്ലി കഴിഞ്ഞു, കൊണ്ട് കുഴിച്ചിട്ട് നമ്മുടെ ഡെഡ് പൂൾ പോയിട്ട് മറ്റേ വൂൾവറിൻ്റെ കുഴി തപ്പണ പോലെ ജസ്റ്റ് കുഴിച്ചിട്ട് സെറ്റായി. കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ ഒരു ഗ്രേവ് യാർഡിലേക്ക് ഈ സിംബിയോട്ട് മെല്ലെ ഇറക്കി വരും. അവിടെ അതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ഒക്കെ പോലെ നമ്മൾ പടം ഫുള്ളായിട്ട് കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു പക്ഷേ ഈ സിംബിയോട്ട് കയറി വന്ന്
പിന്നെ ആ ഒരു സിംബിയോട്ട് ആ ഒരു സ്പൈഡർമാൻ്റെ ഗ്രേവ് യാർഡിന്, അതായത് കുഴിമാടത്തിനുള്ളിൽ ഇറങ്ങി പോകുന്നത് വരെ പറഞ്ഞു നിർത്തിയാൽ മതി ഡൂംസ്ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് എന്ന രീതിയിലാണ് ഞാൻ വേറൊരു തിയറി കേട്ടത്. കാരണം അത് മതി. പിന്നെ സീക്രട്ട് വാർസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വെനം കയറിയ സ്പൈഡർമാനാണ്. അവർ മരിച്ചു കിടക്കുന്ന സ്പൈഡർമാൻ്റെ മേത്ത് സിംബിയോട്ട് കയറി ഹി വിൽ ബി റീഇൻകാർണേറ്റഡ് ഇൻ ടു ദാറ്റ് വെനമസ് സ്പൈഡർമാൻ എന്നൊരു സെറ്റപ്പിൽ. സോ ഇതൊക്കെ തിയറിയാണ്, ഇതൊക്കെ അസംഷനാണ്. പക്ഷേ കേട്ടപ്പോൾ അത് ഒരു ഹൈ തരുന്ന സാധനമായിരുന്നു. കാരണം നമുക്കറിയാം വെനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം, സ്പൈഡർമാൻ മരിച്ചു എന്ന് നമുക്കറിയാം. സോ അങ്ങനെ ഒരു നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനം വന്നാൽ തിയേറ്റർ പൊട്ടിത്തെറിക്കും. അമ്മാതിരി എഫക്റ്റ് ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ അതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ വരട്ടെ, അല്ലെങ്കിൽ അതിനുള്ള ഹൈ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചുള്ള കുറേ സാധനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഇത്രയും ബിലൗഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പക്ഷേ ഇവർ നിയർ ഡെത്ത് സിറ്റുവേഷനിൽ ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ പണിഷറിൻ്റെ ആ ഒരു ബുള്ളറ്റ് കൊണ്ട് സ്നൈപ്പ് ചെയ്ത് ഒരു ക്യാരക്ടർ മരിക്കാൻ പോകും നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേയിൽ കണ്ടു. സോ അതേ സാധനം റിപ്പീറ്റായിട്ട് പിന്നെയും കാണിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ എങ്ങനെ മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ കണ്ടു, പിന്നെയും തന്നെ റിപ്പീറ്റ് അടിച്ച് കാണിച്ചാൽ നമുക്കറിയാം ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ക്യാരക്ടർ മരിക്കില്ല എന്നുള്ളതൊക്കെ. സോ അങ്ങനെ ഇവർ ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇനി പടം വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഡൂംസ്ഡേ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. കാരണം സ്പൈഡർ വേഴ്സ് എന്ന് പറഞ്ഞ് പടം ഇറങ്ങാൻ പോകുന്നത് ഈ അടുത്ത കൊല്ലമാണ്, 2027. പക്ഷേ അത് സീക്രട്ട് വാർസിന് മുമ്പ് ഇറങ്ങാൻ പോകുന്നൊരു പടമാണ്. ഒരു പക്ഷേ ഡൂംസ്ഡേയിൽ സ്പൈഡർമാനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, എവിടെയും ടീസ് ചെയ്തിട്ട് പോലും ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഇതുപോലെ ആയിരിക്കും കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ളൊരു തിയറിയും ഒരു അസംഷൻ എന്താണെന്ന്. കാരണം എന്തായാലും നമുക്ക് സീക്രട്ട് വാർസിന് മുമ്പ് സ്പൈഡർ വേഴ്സ് കിട്ടും. സോ അവിടെ ആയിരിക്കും ഒരു ക്യാരക്ടർ, അതന്നെ ആയിരിക്കും കൂടുതലും ചാൻസ്. സോ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തിയറി എന്താണ്, നിങ്ങളുടെ ആ ഒരു അസംഷൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ നിങ്ങൾ എത്ര വട്ടം കണ്ടു, എന്താണ് നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ്? എനിക്കിപ്പോൾ എനിക്ക് ഒരു വട്ടം കൂടി കാണണമെന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ടോം ഹോളണ്ടിൻ്റെ മറ്റ് സ്പൈഡർമാൻ സിനിമകളിൽ വെച്ച് ഹോം കമ്മിങ്ങും ഫാർ ഫ്രം ഹോമും നോ വേ ഹോമും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരധികം ആ ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ക്യാരക്ടറിനെ സ്യൂട്ടിൽ കണ്ടതും ഈ ഒരു പടത്തിലാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് ഫുൾ ടൈം ഈ ഒരു ക്യാരക്ടർ സ്യൂട്ടിലാണ്. സ്യൂട്ടില്ലാതെയുള്ള സീക്വൻസുകൾ വളരെ കുറവാണ്. സോ ഒരു ഫുൾ സ്പൈഡർമാൻ പടം. നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്ന പോലെ ഗെയിമിൽ പോലും നമ്മൾ പല സമയത്ത് പീറ്റർ പാർക്കറായിട്ട് നമ്മളിങ്ങനെ ആ ലാബിൽ കൂടെ നടക്കുക, അങ്ങനത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതെനിക്ക് തീരെ പറ്റില്ല. ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ആ ഒരു ആളെ ഷൂട്ടി കാണുന്ന ഒരു പടമായിരുന്നു. സോ ഈ ഒരു പടത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അസംഷൻ എന്താണെന്നത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.